ഹായ് ഹലോ പുതിയൊരു പടം. ഇതൊരു ഒപ്പോ ഫൈൻഡ് X9 അൾട്രയുടെ പടമാണ്. വളരെ ചെറിയ നമ്മുടെ വഴിയോരത്തൊക്കെ കാണുന്ന ഒരു ജീരകമണിയോളം വലിപ്പമുള്ള ഒരു പൂവിൻ്റെ പടമാണ്. അത്രയ്ക്ക് ഫോക്കസ്ഡ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ എനിക്ക് ആ കളറും ആ മൊത്തത്തിലുള്ള പരിപാടി ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒന്ന് ഗ്രേഡ് ചെയ്ത് നോക്കാൻ തോന്നി. സോ നമ്മളുടെ ചടങ്ങിലേക്ക് കടന്നു. ഇത്തവണ ആദ്യം കർവാണ് എടുക്കുന്നത്. കർവ് കഴിയുമ്പോൾ തന്നെ പടത്തിന് ഒരു ചെറിയൊരു പ്രത്യേകതയൊക്കെ വരും. കാരണം ഇതിൻ്റെ മൊത്തത്തിലുള്ള പരിപാടി അതാണ്. കുറച്ചൊരു ഫെയ്ഡഡ് ആക്കി, ദെൻ റെഡ്, ഫൈൻ. ഗ്രീൻമ തൊടേണ്ട ആവശ്യമുണ്ടോ ഇല്ലയെന്ന് തോന്നുന്നു. എനിക്ക് ഗ്രീൻമ അധികം കളിക്കുന്നില്ല ഈ പടത്തുമേ. നിറച്ച് ഗ്രീനായില്ല. ഗ്രീൻമ കളറിൽ പിടിക്കാം. ദെൻ ഫൈൻ. ചില പടമൊക്കെ കളർ ചെയ്തില്ലെങ്കിലും നല്ലതാണ്. പക്ഷേ ഇത് ഇഷ്ടമുള്ളത് കൊണ്ട് ഇതിൻ്റെ പല സാധ്യതകളിലേക്ക് നമ്മൾ കടക്കുന്നു എന്നേ ഉള്ളൂ. ബ്ലൂ ഓക്കെ. ഇനി ഇതിൻ്റെ പൊതുവായിട്ടുള്ള ലൈറ്റ് പരിപാടികളൊന്ന് സെറ്റാക്കാം നമുക്ക്. അതിൻ്റെ പൊടിക്ക് കുറച്ചു, കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടി, ഹൈലൈറ്റ് വല്ലാണ്ട് കുറയ്ക്കുന്നില്ല, പൊടിക്ക് കൂട്ടി വെച്ചു, വളരെ മിനിമലായിട്ട് കേട്ടോ. ഷാഡോസ് ഡെപ്തൊക്കെ ഒന്ന് കൂട്ടി കൊടുത്തു. വൈറ്റ്നെസ് കിടക്കട്ടെ, വൈറ്റ്നെസ് കുറയ്ക്കുന്നില്ല, കുറച്ച് പൊടിക്ക് കൂട്ടി വെച്ചു, വല്ലാണ്ട് കൂട്ടി അലമ്പാക്കുന്നില്ല. നമ്മുടെ ചില പടമൊക്കെ കാണുമ്പോൾ ചിലർ പറയും എഡിറ്റ് ചെയ്യേണ്ടിയിരുന്നില്ല, പറയും. ശരിയാണ്, നമുക്കും അറിയാതെ ചിലതൊന്നും എഡിറ്റ് ചെയ്തില്ലെങ്കിൽ നല്ലതാണ്. പക്ഷേ ഒരു രസം അത്ര കണ്ടാൽ മതി. പിന്നെ ഇതൊരു ആർട്ട് ആയതുകൊണ്ട് ഒരു സിംഗിൾ ഒപ്പീനിയൻ ഇല്ല ഈ വക കാര്യങ്ങളിൽ. 10 ആൾക്ക് 10 അഭിപ്രായമാവും. സോ നമ്മളെല്ലാവരുടെയും അഭിപ്രായം മാനിക്കുന്നു. മോശമാണെന്ന് പറഞ്ഞാൽ അത് അയാളുടെ അഭിപ്രായമാണ്. നമ്മളതിനെ പൂർണ്ണ സമ്മതത്തോടെ സ്വീകരിക്കുന്നു. ചിലവരുടെ ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. എല്ലാ പടവും എല്ലാവർക്കും ഇഷ്ടാവില്ല, അതുപോലെ എല്ലാ പടവും എല്ലാവർക്കും വെറുപ്പാവില്ല. സോ നമ്മൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബ്ലൂ ഒന്നുമില്ല, ഗ്രീൻ തന്നെയാണ് ഇതിൽ മെയിൻ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന കളർ. ഗ്രീൻ തന്നെയാണ്. അതുകൊണ്ട് ഗ്രീനിനെ കട്ട് ചെയ്യുന്നില്ല ഞാൻ. ഇനി പൂവയ്ക്ക് പിടിക്കാം. പൂവ് സത്യത്തിൽ ഫോക്കസ്ഡ് അല്ല, കാരണം ഈ മാക്രോ പോലെ ആയതുകൊണ്ടേ അത്ര ശ്രദ്ധിച്ചില്ല ഞാൻ പടം എടുക്കുന്ന സമയത്ത്. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു രസം, എന്തോ ഒരു ഭംഗി തോന്നി. അതുകൊണ്ട് അതിങ്ങനെ നമുക്ക് കുറച്ചൊക്കെ ഡീറ്റെയിലിംഗ് കൂട്ടാട്ടോ ഇതിനകത്ത്. ഫോക്കസ്ഡ് ആണല്ലേ ചില ഭാഗമൊക്കെ. നോട്ടെ, ഫോക്കസ്ഡ് ആണ്. പിന്നെ ഒരു മിറർലെസ് ക്യാമറയിൽ ഒരു മാക്രോട്ട് എടുക്കുന്ന അത്ര പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് ഭയങ്കര കോസ്റ്റും വരും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ. എൻ്റെ അടുത്ത് നിക്കോൺ ഉണ്ട്, മിറർലെസ് ഫുൾ ഫ്രെയിം. അതിലെടുത്തിട്ടുള്ള കുറച്ച് മാക്രോകളുടെ റീലൊക്കെ ഞാൻ തരാം ഒരു ദിവസം. ചാനലിൽ ഫോളോ ചെയ്യാൻ മസ്റ്റായിട്ടും. ഇത് കുറച്ച് ക്രോപ്പ് ചെയ്ത് വെക്കാം. യാ, കൊള്ളാല്ലേ. നമ്മൾ വിചാരിച്ച അത്ര ബോറല്ല. ഞാൻ തുടങ്ങുമ്പോൾ വിചാരിച്ചത് ആകെ അലമ്പാവെന്ന് വിചാരിച്ചേ. അത്രയ്ക്കും ദുരന്തമായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാവർക്കും എല്ലാം ഇഷ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പറയുക. അതുപോലെ നമ്മളുടെ ഇത്തരം വീഡിയോകളുടെ ഒരു ഡീറ്റെയിലിങ്, ഇതിൻ്റെയൊക്കെ റീലല്ലാതെ ഫുള്ളായിട്ട് ഇത് ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിൽ വരും. ബയോയിൽ യൂട്യൂബ് ലിങ്ക് ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നിർബന്ധമൊന്നുമില്ല, ആർക്കും സമയമില്ല ഇപ്പോൾ. അതുകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ചെയ്തില്ലെങ്കിൽ നമുക്ക് വിഷയമില്ല. ഫൈൻ. എനിക്ക് തോന്നുന്നു ഇത് ഓൾമോസ്റ്റ് ഡൺ അല്ലേ. ആ പൂവിൻ്റെ കളറിനെ ഒന്നും കൂടെ അപ്പ് ചെയ്യണോ? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? വേണ്ട അല്ലേ. കുളിപ്പിച്ച് കുട്ടീനെ ഇല്ലാണ്ട് ആക്കണ്ട. ഇതായിരുന്നു ആദ്യത്തെ പടം. നോക്കൂ, ഇതൊരു മാസീവ് ചേഞ്ച് തന്നെയാണ്. എല്ലാ കളറും ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തു. മൊത്തത്തിൽ അതിനൊരു ഭംഗിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. ആദ്യത്തെ പടം നമ്മൾ ചെയ്തെടുത്ത പടം. സോ ഇഷ്ടമായെങ്കിൽ ഷുവറായിട്ടും
ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.